അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചയിൽ മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് 1-2 വീഡിയോ ചെയ്തിരുന്നു. അതിൽ ലാസ്റ്റ് വീഡിയോ ആണത്. ആരും മുന്നിൽ സ്റ്റാർ ആവാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് കാണിക്കാനോ വേണ്ടിയിട്ടില്ല ഇങ്ങനെയുള്ള പണി ചെയ്യുന്നത്. വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്നതാണ് കേട്ടോ. മിക്ക പണികളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറ്. എന്തെങ്കിലും അത്യാവശ്യം പറ്റാത്തതാണെങ്കിൽ അടുത്തുനിന്ന് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കും. പിന്നെ ഇങ്ങനെയുള്ള പണികളെല്ലാം വലിയൊരു പൈസൻ്റെ പണിയെ കൊണ്ട് തന്നെ വിളിക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കും. അപ്പോൾ അതെന്തായാലും ഇവിടുന്ന് അവർ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ നമ്മൾ വെറുതെ വിളിച്ചിട്ട് നമ്മൾ ഓരോ മുഷിപ്പിക്കുന്ന മതിരാണ്. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും വലിയൊരു സാഹചര്യം വന്നാൽ വിളിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ 100 ലിറ്ററിൻ്റെ ഹീറ്ററായിരുന്നു അത്. ഒറ്റയ്ക്ക് തന്നെ അയച്ചതിൻ്റെ 300 പ്രാവശ്യം അയച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കണം കേട്ടോ. പറ്റുമെന്നുള്ളൊരു ഐഡിയ ഉള്ളതിനെ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ മുന്നേയുള്ള ഹീറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. ഈ സൈഡിൽ കൂടി വെള്ളം ലീക്ക് ചെയ്യായിരുന്നു. അങ്ങനെ മാറ്റിയതാണ് ഹീറ്റർ. ഇതേ ഹീറ്ററാണെങ്കിലും അതിൻ്റെ കൂടെ അതിൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്ങോ കാര്യങ്ങളോ വയറോ ഒന്നുമില്ലായിരുന്നു. ഈ ഹീറ്ററിൻ്റെ മേലെ ഒന്ന് അയച്ച് കിട്ടിയതാണ്. ഇത് ആ ഡ്രില്ലിൻ്റെ ബോക്സിലുള്ള ഒരു ബോൾട്ടാണ്. അതിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഈ ഹീറ്ററിൻ്റെ അത് സ്ക്രാപ്പിന് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കോയിലും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചതാണ്. 50 ലിറ്ററിൻ്റെ ഹീറ്ററിനെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ധാരണയിലൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത് കൂളായിട്ട് തന്നെ അത് കണക്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റും ചെയ്തിരുന്നു കേട്ടോ. വെള്ളം ലോടായതിന് ശേഷം ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് വേറൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നുണ്ട് ഹീറ്ററിൻ്റെ ആ ലൈനിൽ വരുന്ന ആ നെലോൺ കണക്ഷൻ്റെ അവിടെ നിന്ന് ലീക്ക് വന്നിട്ടോ. അത് അഡ്ജസ്റ്റബിൾ ടൈറ്റ് ആക്കാന്ന് കരുതിയിട്ട് നേരെ കയറിയതാണ്. ആ കയറിൽ തന്നെ വെള്ളം ലീക്കായി എന്താ പറയുക, ആ ഹീറ്റർ നേരത്തെ 2 ബോൾട്ടിൽ നിന്ന് ഊരിയിട്ട് താഴെയുള്ളൊരു ബോൾട്ടിൻ്റെ മേലെ ഞാൻ അതിൻ്റെ മേലെ തല വെച്ച് സപ്പോർട്ട് ചെയ്ത് കുറച്ച് നേരം പിടിച്ച് നിന്ന്. ഫോണാണെങ്കിൽ താഴ്ത്തായിരുന്നു, ക്യാമറയുള്ള ഫോണായിരുന്നു കയ്യിൽ. അതിലാണെങ്കിൽ സിമ്മില്ല. എന്താ ചെയ്യാമെന്ന് ഒരു പിടുത്തം കിട്ടിയില്ല കേട്ടോ. ആകെ പെട്ട അവസ്ഥ. രണ്ടും കൽപ്പിച്ച് ആ ഹീറ്റർ ഹാങ്ങിങ്ങിൻ്റെ മേലെ തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയ്യൊന്ന് വിട്ടിട്ട് നോക്കി ഹീറ്റർ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ടെന്ന്. വെള്ളം ലോഡായതിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. ഞാൻ ആ ഹീറ്റർ അവിടെ വെച്ചിട്ട് മെല്ലെ ഒരു ഹാങ് ചെയ്തുകൊണ്ട് മെല്ലെ ഇറങ്ങിങ്ങാണ്ട് ആ ചെറിയ ഫോൺ എടുത്തുകൊണ്ട് നേരെ 2 ആൾക്കാരെ വിളിച്ച് അപ്പുറത്തുള്ള നാത്തൂരിനും ഏസിൻ്റെ പണിക്കാരുണ്ടായി. അവിടെ നിന്ന് കുറച്ച് മുന്നേ ഒരു പോയിട്ടുള്ളൂ. ഓരും വിളിച്ച് അങ്ങനെ ആദ്യം വരാമെന്നുള്ള അറിയില്ല. അത്ര നേരം അത് പിടിച്ച് നിൽക്കാന്നുള്ളത് ഒരു ധാരണയില്ല. വീട്ടുകാരാണെങ്കിലും ഓലെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരില്ലാത്ത സമയത്ത് വന്ന്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. താഴത്തെ കിച്ചൺ ബെഡും പിന്നെ കബോർഡും എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ, ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ മറ്റുള്ള അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അടുത്തുള്ള വാച്ച്മാൻ പെട്ടെന്ന് തന്നെ വന്ന് അതിനൊരു സപ്പോർട്ടെല്ലാം കൊടുത്ത് വെള്ളം എല്ലാം കാലിയാക്കിയതിന് ശേഷം അത് മാറ്റി ഫിറ്റ് ചെയ്തിട്ടോ.